പ്രത്യേകിച്ച് പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടി. എൻ്റെ സിബ്ലിങ്സൊക്കെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ എൻ്റെ സ്റ്റാഫും ഫ്രണ്ട്സും ഉണ്ട്. അവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഫാൻ ആകണമെന്ന് ചോദിച്ച്. പക്ഷേ ഞാൻ ജനിച്ചത് ഇങ്ങനെ നരച്ച മുടിയായിട്ടൊന്നുമല്ല. കാണാമറയത്തൊക്കെ കണ്ടാണ് ഫാനായത്. റോയ്ച്ചൻ, കാണാമറയത്തിലെ റോയ്ച്ചനൊക്കെ കണ്ട് ഫാനായി. ഇപ്പോഴും അതങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ 98-ലാണിത് ഞാനിതിൻ്റെ ഒരു സീഡ് തുടങ്ങിയത്. കുട്ടികൾക്ക് മരുന്നല്ലാണ്ട് വേറെ പലതും വേണമെന്ന് തോന്നി. അതുകൊണ്ട് മരുന്നിനുപരിയായിട്ട് ടോയ്സ്, ഗെയിംസ്, അവരെ പാർക്കിൽ കൊണ്ടുപോകും, പിക്നിക്ക് അങ്ങനെയൊക്കെ തുടങ്ങി. അന്ന് ഞാൻ തൃശ്ശൂരായിരുന്നു. വി കെയർ എന്ന് പേരിട്ട് ഒരു പ്രോഗ്രാം. 2002 ഞാൻ കോഴിക്കോട് വന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ ഡോക്ടർ സുരേഷ് കുമാർ, അത് ശ്രീ മമ്മൂട്ടിയുടെ വലിയ ഫ്രണ്ടാണ്, സുരേഷ് കുമാറും കൂടെ കൂടിയിട്ട് C4CCCI, അതായത് കെയറിങ് ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ആൻഡ് ക്രോണിക് ഇൽനെസ്, അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ ഒരു ലുക്കീമിയ സർവൈവർ നന്ദു ആയിരുന്നു. പക്ഷെ അന്നേ ദിവസം ശ്രീ മമ്മൂട്ടി അവിടെ പരുന്ത് സിനിമയുടെ ഷൂട്ടിങ്ങിന് കോഴിക്കോട്ടുണ്ടായിരുന്നു. അബ്ദുൾ റസാഖ് റൈറ്ററും ഉണ്ടായിരുന്നു. നോ ഹീസ് നോ മോർ. അന്ന് മമ്മൂട്ടിയും ആ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തായിരുന്നു. കുട്ടികളുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു, അത് ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏറ്റവും സന്തോഷം, കൈരളി ആണ് ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യമായിട്ട് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുവരെ എല്ലാവരും പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നൊരു ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് കൈരളി TV ആണ്. ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിന് ഒരു ആയിട്ട് അംഗീകരിച്ച അതേ വർഷം തന്നെ ശ്രീ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡും കിട്ടി, പത്മഭൂഷണും കിട്ടി. അഗെയിൻ എ കോയിൻസിഡൻസ്. അപ്പോൾ ഇനിയും വരാൻ പോണു. കളങ്കാവലുണ്ട്, പദയാത്രയുണ്ട്. പദയാത്രയിൽ ഡോക്ടറാണ്. ഞങ്ങൾ കട്ടയ്ക്ക് കാത്തിരിക്കുവാണ് ആ സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ ശ്രീ മുരളീധരൻ സാറ് പോയി. മുരളീധരൻ സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജസിലും ഒരു പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ OP നടത്തണം. പക്ഷേ ദൂരെ നിന്നൊക്കെ ആൾക്കാർക്ക് അവിടെ റെഫർ ചെയ്ത് വരാമായിരുന്നു. സാറങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ സിബ്ലിങ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് പാലിയേറ്റീവ് കെയറിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും നന്ദി. അതിലുപരി ഇവിടെ വരാത്ത ഒരാൾ, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബോസ്കോ ജോൺ. 6 വർഷമായി പുള്ളി പോയിട്ട്. പക്ഷെ ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് മേഖലയിലോട്ട് പോവാതെ പാലിയേറ്റീവ് കെയറിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ എൻകറേജ്മെൻറ്റും എല്ലാ സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ്. ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും. ഏട്ടനായിരിക്കണം മിക്കവാറും ജൂറിയോട് ഈ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറെന്നും ഒരു ലൂലു എന്നും പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്നും ഓതിക്കൊടുത്തത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ദൈവത്തിന് എല്ലാ നന്ദിയും. കൈരളി TVക്ക് ഒത്തിരി നന്ദി. ഇങ്ങനൊരു പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്തതിന്, ആദ്യമായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. പിന്നെ അവസാനമായിട്ട് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്ന മനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.